അസ്സലാമു അലൈക്കും. സാബിറ വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ സാബിറ. എൻ്റെ എല്ലാ മുത്തുമണികൾക്കും സുഖമല്ലേ? സാബിത്താക്കും സുഖം തന്നെ. ഇത് സാബിത്താൻ്റെ പുതിയ ചാനലാ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ വീഡിയോസിലെ താഴെ എന്നെ കാണുന്ന സഹായം ഉണ്ടാവും, ഒരു കറുത്ത നിറത്തിൽ എഴുത്ത്. അത് നിങ്ങൾ തൊട്ടാൽ മതി കേട്ടാ. എന്നാൽ സബ്സ്ക്രൈബ് ആയി. എല്ലാ അറിഞ്ഞുകൂടാത്തവർ ഒരുപാടുണ്ട്. വലിയ കത്തിപ്പും കുട്ടികളും പെണ്ണുങ്ങളും ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാൻ നേരിൽ കണ്ടതാണത്. പക്ഷെ പറയാൻ വേണ്ടി വന്നത് അതല്ല. പിന്നെ പറയാൻ വേണ്ടി വന്നത് അതെന്ന് നിങ്ങളറിയാം. നിങ്ങളൊന്ന് കേൾക്കണം കേട്ടാ. ഞാൻ പറഞ്ഞിക്കല്ലോ, സിറാജുദ്ദീൻ ഉസ്താദേ, നിങ്ങളൊന്ന് ആണുങ്ങളെ കൊണ്ട് പറയണേ, നിങ്ങളെ കൊണ്ട് ആണുങ്ങളെ കൊണ്ടൊന്ന് പറയണേ, ഭാര്യനെയും മക്കളെ ഉപേക്ഷിച്ചിട്ട് പോകുന്നുണ്ട് ഉസ്താദേ എന്ന് പറഞ്ഞല്ലോ. പക്ഷെങ്കിൽ ആ വീഡിയോസ്, ഞാൻ പറഞ്ഞ വീഡിയോസ് സമൂഹത്തിലേടിയും കാണിച്ചിട്ടില്ല. ഉസ്താദിന്റെ സൈനക്കാർ ഇട്ട് കൊടുത്തിട്ടില്ല, മറ്റുള്ളവരും കാണിച്ചിട്ടില്ല. പെണ്ണുങ്ങളെ കൊണ്ട് മാത്രമേ എന്താ പറയുന്നത് മാത്രമേ കാണിച്ചുകൊള്ളും. പക്ഷേ എൻ്റെ ആ വീഡിയോസ് ഫുള്ളായിട്ട് ഉസ്താദ് കേട്ടിക്ക്. പക്ഷെ ഞാൻ പറഞ്ഞത് അത് ഉസ്താദ് മാധ്യമത്തിൽ കൂടി പറയാനൊരു ഈഗോ ആർക്കും ഉണ്ടാവുമല്ലോ. ഒരു പെണ്ണ് പറഞ്ഞിട്ട് അങ്ങനെ പറയണ്ടെന്നുള്ള ഒരു ഈഗോ ആർക്കും ഉണ്ടാവും. അതുകൊണ്ടാണ് ആ സമയത്ത് പറഞ്ഞില്ല. പക്ഷേ ആ വീഡിയോസ് മുഴുവനും ഉസ്താദ് കേൾക്കുകയും ഇപ്പം ഉസ്താദ് കാര്യങ്ങളൊക്കെ മനസ്സിലായി ഉസ്താദ് വീഡിയോസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തെന്നാ സാബിറ, നമ്മള് കേക്കട്ടെ. ഒന്ന് ആരും അറിയാതെ എവിടെങ്കിലും പോയി കെട്ടും. നാടൻ വീടും അറിയാതെ എവിടെങ്കിലും പോയി ഒരു പെണ്ണും കെട്ടി ഒരു വാടക വീട് കൊടുത്തിട്ട് പറയും, ഞാൻ പിരിവിന് വരുന്നവരെ വരാൻ ആഴ്ചയിൽ ഒരു ദിവസം. ആരും അറിയാതെ ഒളിച്ചും അത് ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ വരാന്ന്. അങ്ങനെ പെണ്ണ് കെട്ടാൻ അല്ല പറഞ്ഞിട്ടില്ല. അറിയാ നിനക്ക്? ഈ പെണ്ണിനെ എങ്ങനെയാണോ നോക്കണം അതേപോലെ തന്നെ നീ അഭിമാനത്തോടെ നാട്ടുകാരുടെ മുമ്പിൽ പറയണം, ഇവളെന്റെ ഭാര്യയെ ഞാൻ കെട്ടിയതാണ്, അന്തസ്സോടെ പറയാൻ പറ്റണം. കേട്ടില്ല? ഇത് തന്നെ പറയാ ഞാൻ പറഞ്ഞത്. ഇത് തന്നെ പറയാ ഞാൻ പറഞ്ഞത്. പക്ഷെ അതിൽ കുറച്ച് ഉപ്പും മുളകെല്ലാം കൂട്ടുകയും ചെയ്യും. പെണ്ണും ഇപ്പൊ നോക്കുക, നമുക്ക് ഫുള്ളായി പറയുന്നുണ്ടോ നോക്കുക. ഞാനും ഫുള്ളായിട്ട് അങ്ങ് കേട്ടിക്കൊന്നുമില്ല. എന്നാൽ ഐ ലവ് യു ഉസ്താദേ, ഐ ലവ് യു. ഇത് നമ്മൾ പറഞ്ഞ വകയിൽ നിങ്ങളിപ്പം തൽക്കാലം പറഞ്ഞിട്ട് പോയാൽ പോരാ ഉസ്താദേ. പക്ഷെ ഇതില്ല, ഇട്ടിട്ട് ഇപ്പൊ ഒരു രണ്ടാഴ്ച ഒന്നരാഴ്ച അവനായി. കാരണം വെച്ചാൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞപ്പോ ചാനൽ പോയിട്ട് ഇനിയിപ്പം 2 ആഴ്ച ആയില്ല. അപ്പൊ ആ പറഞ്ഞതിന് പറ്റിയാൽ തന്നെ ഇട്ടിക്ക്. പക്ഷെ നമ്മള് കേട്ടിക്കൂല്ല. പക്ഷെങ്കിൽ ഞാൻ പറഞ്ഞത് പറയുന്നുണ്ട്. പക്ഷെ ഉസ്താദ് ഇതിപ്പോ ഞാളിപ്പം പറഞ്ഞത് കൊണ്ട് ഒറ്റ വാക്ക് പറഞ്ഞ് ഓരോ സദസ്സ് പറഞ്ഞിട്ട് അപ്പാടങ്ങ് പോയി വിട്ടിട്ട് പിന്നെ അങ്ങ് നിർത്തി കളയലല്ല. സ്നേഹം കൊണ്ട് പറയാ. നിങ്ങൾ എല്ലാ സദസ്സൊന്നും എല്ലാ വീഡിയോസൊന്നും പെണ്ണുങ്ങൾ കൊണ്ട് വല്ലാണ്ട് പറയുന്നില്ല ഉസ്താദെ. അതേപോലെ തന്നെ നിങ്ങൾ ഇത് ഒറ്റ വാക്കിൽ നിർത്തിപ്പോകല്ലേ ഉസ്താദെ. നിങ്ങളിത് ഒരുപാട് സ്ഥലത്ത് നിന്ന് ഒന്ന് പെണ്ണുങ്ങളെ കൊണ്ട് പറയുമ്പോൾ 2 ആണുങ്ങളെ കൊണ്ട് പറയണം നിങ്ങൾ കേട്ടാ. അല്ലാതെ ഇതും പറഞ്ഞങ്ങ് നിർത്തിക്കളഞ്ഞിട്ട് പിന്നെ ഞാളോട് പറയും, കമന്റ് ഇടുന്നോലും മറ്റുള്ളവരും എന്താ ഉസ്താദ് പറഞ്ഞിട്ടില്ല ആണുങ്ങളെ കൊണ്ട് എന്ന് ഇവര് ഞങ്ങളോട് ഇങ്ങനെ പറയും ഉസ്താദെ. അതുകൊണ്ട് നിങ്ങൾ പല സ്ഥലത്ത് ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് കേൾക്കാൻ കുത്തിരിഞ്ഞ ആളല്ല വേറെ സ്ഥലത്ത് ഉണ്ടാവുക. അതേ ഉസ്താദെ, നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ എവിടെ നിന്നാണ് സംസാരിക്കുന്നത് അവിടെ ഇരുന്നവരല്ല, നിങ്ങൾ വേറെ സ്ഥലത്ത് പോയിട്ട് വയല് പറയുമ്പോൾ ഉണ്ടാകുക. അപ്പൊ അവിടെ വെച്ചിട്ട് നിങ്ങൾ പറയണം, നിങ്ങൾ എവിടെയാണോ പോകുന്നത് അവിടെ നിന്നൊക്കെ പറയണം. ഈ സ്ത്രീധനം എന്ന് പറയുന്ന സംഗതി ഇടിപ്പിച്ച് കളഞ്ഞ നമ്മളെ മുത്തായ ഉസ്താദുമാർ തന്നെയാണ്. അവര് എല്ലാ രാജ്യങ്ങളിൽ നിന്നും എല്ലാ മഹലിൽ നിന്നും പിന്നെ അത് തന്നെ പറഞ്ഞു. ഞങ്ങളെ വള്ളിക്കാടുന്ന് മാത്രമല്ല, ഞങ്ങളെ വടകര അങ്ങാടിയിൽ നിന്നും വയല് പറയുമ്പോൾ ഞാൻ കേട്ടിക്ക് സ്ത്രീധനത്തിന്റെ ഇങ്ങനെ കോടി ചേരേണ്ട ഉസ്താദുമാർ പറയാ, എണീക്ക് മക്കളെ, ചെറുപ്പക്കാർ കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാർ എണീച്ച് നിന്നിട്ട് ഉസ്താദിന് വാക്കുതാ ഞങ്ങൾ സ്ത്രീധനം വാങ്ങൂലാണ്. ഒരുപാട് ചെറുപ്പക്കാർ അങ്ങനെയാണ് നമ്മൾ സ്ത്രീധനം നിർത്തിയത്. അല്ലാണ്ട് രക്ഷിതാക്കൾ വേണ്ടാന്ന് പറഞ്ഞിട്ടൊന്നല്ല. ഏത് രക്ഷിതാക്കളാ വേണ്ടാന്ന് പറഞ്ഞത്? അല്ലാണ്ട് എൻ്റെ മോൻ 50 പവൻ വേണം, എൻ്റെ മോൻ 50 തെങ്ങും വേണം, ബിൽഡിങ് വേണം, കാറ് വേണം എന്നെല്ലാം പറഞ്ഞ രക്ഷിതാക്കളാ. ഒലിക്ക് ഇപ്പം വേണം, പക്ഷെ അത് പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. അല്ലാണ്ട് രക്ഷിതാക്കൾ നിർത്തിയൊന്നുമല്ല. ഇത് എൻ്റെ മുത്തായ ഉസ്താദുമാർ തന്നെ നിർത്തിപ്പിച്ച സ്ത്രീധനം. അതേപോലെ തന്നെ മുത്തായ സിറാജുദ്ദീൻ ഉസ്താദെ, നിങ്ങളോട് സ്നേഹം ഉസ്താദുമാരും ഒത്തിരി സ്നേഹവും ബഹുമാനം തന്നെയാണ്. പറയേണ്ട കാര്യം എനിക്ക് ഉസ്താദിനോട് പറയണ്ടേ കാര്യം എൻ്റെ മുത്തായ ഉസ്താദുമാരോട്. അല്ലാണ്ട് എന്ത് പറയാ? എൻ്റെ വിഷമങ്ങൾ ആരോട് പറയാ? ഞങ്ങളെ പെണ്ണുങ്ങളെ വിഷമങ്ങൾ ആരോട് പറയാനാ ഉസ്താദ്? എല്ലാത്തിനും ഇപ്പം കോടതികാരിക്ക് ചെയ്യാൻ പറ്റുക, അല്ല പോലീസ് സ്റ്റേഷനിൽക്കാർക്ക് ചെയ്യാൻ പറ്റുക? ഉസ്താദുമാരോട് പറഞ്ഞു തരണ്ടേ ഞങ്ങൾക്ക്? നിങ്ങളെ വിഷമങ്ങൾ മനസ്സിലാക്കണം ഉസ്താദുമാരെ. അപ്പൊ സിറാജ് ഉസ്താദിനോട് ഞാൻ പറയാ, ഇനിയും ഇതൊരു പാട് പറയാൻ നിങ്ങൾ കേട്ടോ. ഉസ്താദ് നന്നായി എന്നല്ലേ, അങ്ങനെ ഇപ്പൊ അങ്ങനെ ഉസ്താദ് അങ്ങനെ നന്നാവണം പടക്കം അങ്ങനെയൊന്നുമില്ല. എന്നാലും ഉസ്താദ് പറഞ്ഞല്ലോ, പറയണം. അതാണ് റബീത്താനെ പറഞ്ഞ പാട് പറഞ്ഞിക്ക്. പക്ഷെങ്കില് കാര്യം ഞാൻ ഉസ്താദ് പറയാൻ പറഞ്ഞത് ഉസ്താദ് സമൂഹത്തിലെവിടെയും കാണിച്ചില്ല. അത് എൻ്റെ വീഡിയോസ് കൂടി ആരൊക്കെ കണ്ട് അത് വീണ്ടും കാണുന്നതിനാണ്, അതോ ആരോ ഹേക്കാക്കിയതല്ലാന്നും
പിന്നെ മറ്റേ വേറെ ഇതൊന്നും ആയല്ല, എവിടെയോ ഒന്ന് ബ്ലോക്ക് ആയതെന്നാ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് കിട്ടുമെന്നുള്ള പ്രതീക്ഷ കാത്തിരിക്കുന്നു, പ്രാർത്ഥിക്കുക. അപ്പൊ നമുക്ക് 2 ചാനലാവും. ബാക്കി നമുക്ക് പിന്നെ പറഞ്ഞുതരാം. ഓക്കെ. ഭാര്യമാരുടെ ഇടയിൽ വേർതിരിവ് കാണിക്കുന്നവൻ ഒരിക്കലും രക്ഷപ്പെടൂല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഐ ലവ് യു ഉസ്താദേ. അവൾക്ക് വേണ്ടതൊക്കെ നീ കൊടു, അവൾക്ക് എന്താണ് ആവശ്യം നീ കൊടു. ഇവിടെ ചിലരെങ്ങനല്ല, കൊടുക്കത്തില്ല, ചെലവിന് പോലും കൊടുക്കില്ല, ചെലവിന് പോലും കൊടുക്കാത്ത ആൾക്കാരുണ്ട്. മഹദി മഹാനായ നബിയനാ റസൂൽ ഉസ്താദേ ഐ ലവ് യു. ഇഷ്ടാണ് ഉസ്താദേ, ഞങ്ങളെ കൊണ്ട് നല്ലത് പറഞ്ഞാല് ഇഷ്ടാ ഉസ്താദേ. ഞങ്ങളെ കാര്യം വെച്ച് ഉസ്താദ് ആണുങ്ങളോട് പറഞ്ഞു കൊടുത്താൽ ഞങ്ങൾക്ക് ഇഷ്ടാ ഉസ്താദേ, ഇഷ്ടാ. ഐ ലവ് യു ഉസ്താദേ. ഞങ്ങളില്ലേ, ഞങ്ങളോട് സ്നേഹപൂർവ്വത്തിലും അള്ള തന്നെ പറഞ്ഞിട്ടില്ലേ, പെണ്ണിന് അധികം നന്നാക്കാൻ നോക്കിയ പെണ്ണ് പൊട്ടിപ്പോകുന്നു, അധികം നീർത്താൻ നോക്കിയ പെണ്ണ് പൊട്ടിപ്പോകുന്നു. പെണ്ണിനോട് സൗമ്യമായ പെണ്ണിന് അങ്ങനെയാണ് അള്ള പടച്ചേ, അങ്ങനെയാണ്. വേഗം ദേഷ്യവും വെറുപ്പവും, ദേഷ്യം ഇപ്പൊ ആണുങ്ങൾക്കുണ്ട്. എൻ്റെ ഉമ്മോ കൊലയും കൊലക്കേസ് അതാ എടുക്കട്ടെ. പെണ്ണുങ്ങളോട് സൗമ്യമായും സ്നേഹത്തിലും പറഞ്ഞാലേ പെണ്ണടങ്ങുള്ളൂ. അതിൻ്റെ ഒന്നിന് കാരണക്കാരൻ ഞാൻ തന്നെയാണ്. വേറൊരു വീഡിയോസിലും ഒരു മുസ്ലിമായ പെണ്ണ് പറഞ്ഞിട്ട് ലൈവിൽ ആരെന്തോ കമന്റ് ഇട്ടിട്ട്, നിങ്ങൾ അങ്ങനെ കമന്റ് ഇടുമ്പോൾ ഞങ്ങൾക്ക് രൂക്ഷമായിട്ടാണ് ഞങ്ങൾ ചെയ്യുക എന്നൊരു മുസ്ലിം പെണ്ണുങ്ങൾ തന്നെ പറഞ്ഞിട്ട്. അത് പെണ്ണുങ്ങൾ അങ്ങനെയാണ്. പെണ്ണുങ്ങളോട് സ്നേഹത്തിലും സൗമ്യത്തിലും പറഞ്ഞു തന്നാലേ പെണ്ണുങ്ങൾ നന്നാവുള്ളൂ. പക്ഷെ അത് നമ്മളെ നിയാസ് ഉസ്താദ് അതിന്റെ പഴയ ചാനലല്ലേ, അത് ഉള്ളൂല പാടുന്ന് പറഞ്ഞ് പിന്നെ മരണത്തുള്ളത് ഉള്ളൂല എന്നാണ് നിയാസ് ഉസ്താദിന് വാക്ക് കൊടുത്തത്. വല്ലാണ്ട് തുള്ളി പാട്ടല്ലാത്ത സംസാരിച്ചു കൊണ്ട് തന്നെ ഓവർത്തുള്ള തുള്ളിയിരിക്കില്ല, അത് നിർത്തിയിരിക്കും ഞാൻ പറഞ്ഞത്. അതും പഴയ ചാനലില്. അപ്പൊ അതാണ് ഉസ്താദ്, നിങ്ങൾ ഇതെല്ലാം കേൾക്കും, ആണുങ്ങളോട് പറയുന്നത് കേൾക്കും ഉസ്താദ്. വല്ലാത്തൊരു യൂട്യൂബ് തന്നെ നിർത്തിക്കളയണമെന്ന് തോന്നുന്നുണ്ട് ഉസ്താദെ. ഞങ്ങളോട് സ്നേഹത്തിൽ പറയണോ? അത് നിങ്ങൾ പല സൈന്യക്കാരും നിങ്ങളോട് പറ 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 മറ്റ് എല്ലാം എത്ര പെണ്ണുങ്ങള് പെൺകുട്ടികള് ഈ മണാലിയിലും ഏതെല്ലാം സ്ഥലത്ത് ടൂറിന് പോന്ന്. ആ നബീസ് ഉമ്മാന്റെ മക്കൾ കൂട്ടിക്കൊണ്ടുപോയതല്ലേ നബീസ് ഉമ്മാന, 40 വയസ്സ് 45 വയസ്സായ നബീസ് ഉമ്മാന. അപ്പൊ ആ കൂട്ടത്തിൽ തന്നെയും ആ മണാലിയിൽ തന്നെയും എത്ര ബാല്യക്കാത്തി കുട്ടികളുണ്ട് ഉസ്താദ്. അതൊന്നും ഉസ്താദ് പറഞ്ഞിട്ടില്ലല്ലോ. നബീസ് ഉമ്മ പിന്നെ മണാലി പോയി കളഞ്ഞ് മറ്റേ മഞ്ഞുകട്ട വാരിക്കളഞ്ഞ്. എന്താ ഉസ്താദ് ഇത്? പലരും വന്ന് പറയുമോ എന്തെങ്കിലും പറയലല്ല ഉസ്താദ്. ആ കൂട്ടത്തിൽ ബാല്യക്കാരത്തിനെ പറഞ്ഞിട്ടില്ല. 40 വയസ്സായ പെണ്ണുങ്ങളെ കൊണ്ട് നിങ്ങൾ പറയാൻ വേണ്ടി പലരും നിങ്ങൾക്ക് ലിങ്ക് ഇട്ട് തന്നല്ലേ, പറയിപ്പിച്ച് തന്നല്ലേ നിങ്ങളോട് ഉസ്താദ് അല്ലേ? എത്ര ബാല്യക്കാരത്തിലുണ്ട് ഉസ്താദ്. ഇന്ന് മരിക്കുന്നത് അധികം ബാല്യക്കാരത്തികളല്ലേ. വയസ്സന്മാർ അണ്ണാക്കിൽ വെള്ളം കുടിക്കാൻ പറ്റാണ്ട്, ഒരു തുള്ളി വെള്ളം ഇറക്കാൻ പറ്റാണ്ട് കട്ടുമക്കൾ നരയിക്കുന്ന പെണ്ണുങ്ങളുണ്ട്, മരിക്കുന്നില്ല. അള്ളാഹു ആരെയും മരിപ്പിക്കണ്ട. പക്ഷെ അങ്ങനെ സക്കറാത്തായാലല്ല അള്ളാഹു അങ്ങ് എടുക്കണം. കാരണം വെച്ചാൽ കഷ്ടപ്പെടുന്നതല്ലേ. എത്ര ചെറുപ്പക്കാരെ ഉസ്താദെ മരിക്കുന്നത്. ഓലിക്കൊന്നും ദിക്റും സലാത്തില്ല. ഓല് സ്വർഗത്തിലാ ഉസ്താദെ, ഓല് സ്വർഗത്തിലാ. ഈ നബീസ് ഉമ്മ മണാലി പോയിട്ട് പറഞ്ഞു ഉസ്താദ് എത്ര ബയല് പറഞ്ഞിട്ട്. അയ്യോ ഉസ്താദ് നബീസ് ഉമ്മാനെ കൊണ്ട് പറഞ്ഞ സമയത്ത് എത്ര ഉസ്താദിന് മോശമായിട്ട് കമന്റ് ചെന്നിക്ക്, എത്ര കമന്റ് ചെയ്ത് ചെന്നിക്ക്. ഉസ്താദ് യൂട്യൂബിൽ കൂടി പണം ആര് വാങ്ങുന്നേരോ ഏതെങ്കിലും വിളിച്ചു മാറ്റി മാങ്ങല്ല ഉസ്താദ്, മാങ്ങല്ല ആൾക്കാരെ അല്ലേ. ഈ മണാലിൽ നബീസുമ്മ പോയാലല്ലേ പറഞ്ഞത്. എത്ര ബാല്യ കത്തിപ്പം കുട്ടികൾ പല പേന്റും കുപ്പായും അതും ഇതും ഇവിടംബരെല്ലാം കാണിച്ചിട്ട് പോയി, അതിനൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ കുറ്റു അലാൽ അറാം ഈ കേരളക്കാർക്കാവുള്ളൂ? ഈ കേരളം വിട്ടു കഴിഞ്ഞാൽ തലേ തട്ടയില്ല ശരീരഭാഗങ്ങൾ മുഴുവനും. അപ്പൊ നരകത്തിൽ അവർക്കൊന്നും നരകോ സ്വർഗവും ഇല്ല. അവിടെയൊന്നും അള്ളാഹ് ഖുർആൻ പഠിപ്പിച്ചിട്ടില്ലേ? അവിടുത്തെ ഉസ്താദുമാർ വയല് പറയുന്നില്ലേ? ഒന്നുമില്ല. അപ്പൊ നരകത്തിലായിരിക്കും 3/4 ജനം ഉണ്ടാവും അല്ലെ. സ്വർഗത്തിൽ ആരാൾ ഉണ്ടാവുക? അല്ലേ തന്നെ അള്ളാഹ് അടച്ചത് പകുതിയും മറ്റേ മുജാഹിദീസും മറ്റേ വലിയിക്കുന്നു മറ്റെല്ലാം പോയില്ലേ, ഓലെല്ലാം നരകത്തിലിരിക്കുക. എനിക്ക് അറിഞ്ഞിട്ട് ചോദിക്കുന്നില്ല കേട്ടാ. അതുകൊണ്ട് അതാണ് വിഷയം. നിൽക്കട്ടെ ഉസ്താദെ, നിങ്ങൾ മനസ്സിലാക്കണേ ഉസ്താദെ. ഒന്ന് ഈ നബീസുമാനെ കൊണ്ട് പറഞ്ഞ ഉസ്താദ് എത്ര പറഞ്ഞ ആൾക്കാർ എത്ര പറഞ്ഞിട്ട്, എത്ര ബാല്യക്കരുത്തുകൾ പോകും. നിങ്ങൾ പറയുന്നതിന്റെ ഗൗരവങ്ങൾ മനസ്സിലാക്കണം. നബിതങ്ങളുടെ മുമ്പിൽ മഹദിയായ ഹിന്ദ് റളിയല്ലാഹു തആല അൻഹ, ആ മഹദി നബിതങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ എന്റെ ഭർത്താവ് നാട്ടുകാരുടെ മുമ്പിൽ വലിയ ആളാ, പക്ഷെ എനിക്ക് ചെലവിനൊന്നും തരൂല. എന്റെ ഭർത്താവ് എനിക്ക് ചെലവിനൊന്നും തരൂല നബി. വളരെ വളരെ കറക്റ്റ്. അത് ഇതെല്ലാം തന്നെ ഉസ്താദെ പറയണ്ടേ. ഇതെല്ലാം തന്നെ പറയാൻ ഞാൻ പറഞ്ഞേ. എന്റെ പൊന്നാറ വാക്കുകൾ സ്വീകരിച്ചു കൊണ്ടതാ. പിന്നെ ഉറക്കും വേണ്ടി പ്രാർത്ഥിച്ച വെറുതെ ഒന്നല്ല. എൻ്റെ വീഡിയോസ് കംപ്ലീറ്റ് കേൾപ്പിച്ച് കൊടുത്തിക്ക്. പക്ഷെ സമൂഹത്തിലോട് അത് കേൾപ്പിച്ച് കൊടുക്കേറ്റ എന്തോ ഒരു പഞ്ചലുണ്ട് പോട്ടെ. പിന്നെ അപ്പോ ഇതെല്ലാം പറയാ തന്നെ ഉസ്താദെ ഞാൻ പറഞ്ഞത്.
ഞാൻ പറഞ്ഞ വാക്കുകൾ സമൂഹത്തിൽ കേൾപ്പിച്ചില്ല, അത് വീണ്ടും കേൾക്കുന്നതിന് എന്തോ ആയി പോയിക്കണ്ട, ചാനൽ എന്തോ ആവട്ടെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും, പോക്കറ്റിൽ നിന്ന് ചോദിക്കാതെ എടുക്കും. ഭാവമാണോ നബിയെ? അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. ഇത് തന്നെ എത്ര പെണ്ണുങ്ങളും ഭാര്യമാരുണ്ട്. എൻ്റെ വീട്ടിലല്ല, എൻ്റെ കുടുംബത്തിലല്ല, സമൂഹത്തിന് വേണ്ടി, ഈ ലോകത്തിന് വേണ്ടിയാണ് ഞാൻ എൻ്റെ ചാനൽ സംസാരിച്ചത്. അതിന് പലരും ഉസ്താദിനെ കൊണ്ട് കുറ്റം പറയുന്നത്. ആ പറയുന്ന നിങ്ങൾക്ക് അള്ളാഹുവിന്റെ മുന്നിൽ നിങ്ങൾ ഉത്തരം പറയണം. സാബീത്ത എന്താണോ പറഞ്ഞത്, എന്തുകൊണ്ട് നിങ്ങൾ സമൂഹത്തിൽ കാണിച്ചില്ല? കുറ്റം മാത്രം എന്താ കാണിച്ചുകൊണ്ട് പറഞ്ഞത്? കുറ്റപ്പെടുന്ന അള്ളാഹു നിങ്ങളോട് ചോദ്യം ചോദിക്കും. അതാരായാലും അള്ളാഹു ചോദ്യം ചോദിക്കും. പിന്നെ സിറാജുൽ ഉസ്താദ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് വെറുതെ ഒന്നല്ല കേട്ടോ. അതൊരു സുയിപ്പാക്കിയിട്ടാണെങ്കിലും എന്നെ കുറ്റം പറഞ്ഞവരെയും നമ്മളെ കുറ്റം പറയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞൊരു സുയിപ്പാക്കിക്കൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. പക്ഷെ അങ്ങനെ പ്രാർത്ഥിച്ചതും ഉസ്താദിനറിയാം. കാരണം വെച്ചാൽ എന്റെ വീഡിയോസ് കേട്ടിക്ക് സാബികള പറഞ്ഞത് സത്യം തന്നെയാണെന്ന് ഉസ്താദിനറിയാം. അപ്പൊ അത് സമൂഹത്തിൽ അത് ഇങ്ങനെ ആക്കിക്കൊണ്ടെന്നോ എനക്കും വേണ്ടി പ്രാർത്ഥിച്ച്. ഞാൻ എന്താ ഉസ്താദിനോട് കുറ്റം പറഞ്ഞേ? ഞാൻ എന്താണ് ഉസ്താദിനെ കൊണ്ട് കുറ്റം പറഞ്ഞതെന്ന് നിങ്ങൾ ആരായാലും എന്നെ കൊണ്ട് പൊരുത്തപ്പെടിക്കണം. അത് തെളിയിക്കണം, നിങ്ങൾ തെളിയിക്കണം. അല്ലാണ്ട് ഞാൻ പൊരുത്തപ്പെടൂല. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അതന്നെ കീറി മുറിക്കുന്നുണ്ട്. ഞാൻ എന്താണോ എൻ്റെ കീറി മുറിച്ച വേദന എനിക്കുണ്ട്, കടലോളം വേദനയുണ്ട്. ഞാൻ എന്താണോ ഉസ്താദിനോട് കുറ്റം പറഞ്ഞത്? എൻ്റെ വീഡിയോസ് കംപ്ലീറ്റ് കേൾപ്പിച്ചുകൊണ്ട് എന്നെ കൊണ്ട് പൊരുത്തപ്പെടിപ്പിക്കണം ഞാൻ എന്താണോ പറഞ്ഞത് എന്ന്. തീർച്ചയായിട്ടും അതാരായാലും. മുത്തുനബീന്റെ മോളാന്ന് പറഞ്ഞ സ്വർഗത്ത് കടത്തൂല. മുത്തുനബീന്റെ മോള് ഫാത്തിമ ബീബി നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിലേ സ്വർഗത്ത് കടത്തുള്ളൂ. ആ വാക്കുകൾ നിങ്ങൾ മനസ്സിലാക്കി കേട്ടോളി. എന്നെ കൊണ്ട് പൊരുത്തപ്പെടിപ്പിക്കണം ആരായാലും കേട്ടോ. ഓക്കെ മക്കളെ, ഇത് കേൾക്ക്. ഭർത്താവിന്റെ പോക്കറ്റിൽ നിന്ന് ഭാര്യ ചോദിക്കാതെ പൈസ എടുക്കും. ഇത് തെറ്റാണോ? എടുക്കാൻ പാടുണ്ടോ? നിങ്ങളെല്ലാവരും എഴുന്നേറ്റ് ആ കസേര എടുത്തിട്ട് കൊണ്ട് മുന്നോട്ട് കയറി വന്ന്. നിങ്ങളുടെ മുഖം ഒന്നും കാണുന്നില്ല. വാ, ഈ ലൈറ്റ് ഇരിക്കുന്നതാണ്. വാ, തീർന്നു, ഞാൻ നിർത്തി. വാ, കസേര എടുത്തോണ്ട് വാ. കൊറോണ ഒന്നും ഇല്ല. വാ, ഞാൻ നിർത്തി. അത് നല്ലോണം അറിയാം. ആണുങ്ങളെ കാര്യമല്ലേ പറയുന്നത്. ഇനിയത്തെ സദസ്സിൽ ആള് കുറയും, ഇതും കുറയും. അപ്പോ ഞാൻ നിർത്തി. അപ്പൊ ആണുങ്ങളെ കൊണ്ട് പറയുമ്പം അതാണ് ചാഞ്ഞ മരത്തുമ്മക്കാരും നല്ല സുഖം തന്നിട്ടില്ല. സാമൂഹ്യ മക്കളെ പതുക്കെ പൊടികളൊക്കെ ഇങ്ങി വാ, അടുത്തോട്ടിരിക്കും. ഒരുപാട് ഇങ്ങോട്ട് കയറല്ലോ. എല്ലാരും അടുത്തിരുന്നു. ഞാൻ നിർത്താ. പെട്ടെന്ന് കയറി ആ മുത്തലീങ്ങളൊക്കെ വാ മക്കളെ. മൈക്ക് സെറ്റുകാരനൊക്കെ കളഞ്ഞിട്ട് നീങ്ങി വാടാ. കേറിക്കോ, കഴിഞ്ഞു, ഞാൻ നിർത്താ. എന്നിട്ട് കേറിക്കോ. നിങ്ങൾ എന്താ പേടിച്ചിരിക്കണേ? ഞാൻ പറഞ്ഞില്ലേ ഞാൻ 10:30 നിർത്തുന്നു. വാ, പേടിച്ച് നിർത്തുന്നു. പേടിച്ച് എന്താ നിൽക്കുന്ന? ഞാൻ നിർത്താന്ന് പേടിയാ ആണുങ്ങളെ കൊണ്ട്. അതുകൊണ്ട് തന്നെ ഉസ്താദ് പറയുകയും ചെയ്യാത്ത. പിന്നെ സദസ്സില്ല, പിന്നെ ആള് കൂടിയാലല്ലാണ്ട് പിന്നെ ആവശ്യത്തിനുള്ള പണം അവിടെ കിട്ടുമോ? നമ്മളൊരു പരിപാടി കഴിക്കുമ്പം പന്തല്, ലൈറ്റുകാരൻ, മൈക്ക സെറ്റുകാരൻ, ഉസ്താദിനൊക്കെ ഉള്ള പണം വേണ്ടേ? അല്ല കിട്ടണമെങ്കിൽ ആണുങ്ങൾ കൊണ്ടുവരണം. പണ്ടെല്ലാം പെണ്ണുങ്ങൾ തന്നെ കുറെ 3/4 ഭാഗം ഇട്ട് കൊടുത്ത് അരിക്കത്ത് കഴിച്ചിട്ടും കായല കഴിച്ചിട്ടും മോരം കഴിച്ചിട്ടും അല്ല. നമ്മളെ പള്ളി എല്ലാം ഒരുപാട്. അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ, അള്ളാഹു അവർക്ക് സ്വർഗം കൊടുക്കട്ടെ. അതേ ഉണ്ടാവുള്ളൂ. മക്കളെല്ലാം തിന്ന് പാത്തി പോയി തോറിപ്പോയിട്ടുണ്ടാവും പൈസയും പണം പോലെ. പക്ഷെ അതേ നിലവിൽ നിൽക്കുള്ളൂ. അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ. അന്ന് മൺമറഞ്ഞു പോയ എല്ലാവർക്കും അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ. പ്രസിഡന്റ് വെച്ചോ, നിങ്ങൾ വെച്ചോ. അല്ല, നിങ്ങൾ വെച്ചോ. കൊടുങ്കാറ്റടിക്കണമല്ലോ അവിടെ ചെവിക്കകത്ത്. നിങ്ങൾ വെച്ചോ. ജസ്റ്റ് ഒന്ന് ചെരിച്ചു. പിന്നെ മതി. ഇങ്ങോട്ട് വാകാക്കാന്മാരെ പോണ്ടത് പോ, അല്ലാത്തൊക്കെ കയറി വാ. ഇങ്ങോട്ട് കയറിയിരിക്കും. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. എഴുന്നേറ്റോ, മസിൽ പിടിച്ചിരിക്കണ്ട. എന്റെ പ്രിയപ്പെട്ട ആവശ്യത്തിന് വല്ലപ്പോഴൊക്കെ പോക്കറ്റിൽ പൈസ പേടിക്കൊന്നും വേണ്ട. എടാ, നമുക്ക് ബാധ്യതയുണ്ടോ ഭാര്യയോട്? നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭാര്യ എന്ന് പറഞ്ഞ ആരാ? ഓൾക്ക് ആവശ്യമുള്ളത് മുഴുവനും നമ്മൾ കൊടുക്കണം. ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാൻ കഴിവുള്ളവനെ പെണ്ണ് കെട്ടാവും. അല്ലാത്തവൻ ദിക്റും പറഞ്ഞ് നടക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാൻ കഴിവുള്ളവരെ പെണ്ണ് കെട്ടാൻ പാടുള്ളൂ. ഭാര്യക്ക് ചെലവിന് മാത്രമല്ല, ഭാര്യക്ക് ചെലവിനും കൊടുത്തിട്ട് പല സ്ഥലത്തും പോയിട്ട് പെണ്ണ് കെട്ടുക. അങ്ങനെയാണോ മുത്തുനബി? അതിൽ ഉസ്താദ് പറയുന്നുണ്ട് കേട്ടാ. പിന്നെ
പെണ്ണിടുന്ന മാത്രം ഇട്ടേച്ച് പോയി കളിയാ, ഇട്ടേച്ച് പോയി കളി. എത്ര എത്ര കുഞ്ഞു മക്കളെ കൊണ്ട് മാധ്യമത്തിൽ തന്നെ കുഞ്ഞു മക്കളെ തൂക്കി പിടിച്ച് വന്നങ്ങൾ കണ്ടില്ല, ഇട്ടേച്ച് പോയി കളഞ്ഞിട്ട്. ഓൾക്ക് നിനക്ക് ചോറ് വെച്ച് തരണം, നിന്റെ വീട് നോക്കണം, നിന്റെ മക്കളെ നോക്കണം, നിന്റെ തുണി കഴുകണം, നിന്റെ മാതാപിതാക്കളെ നോക്കണം. നിർബന്ധമുണ്ടോ? നിർബന്ധമുണ്ടോ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? ഞാൻ ഉള്ളത് ഒതുക്കുമ്പോ ഇഷ്ടപ്പെട്ടല്ലോ. എടോ നിങ്ങളുടെ ഇതിപ്പം പെണ്ണുങ്ങളെ കൊണ്ടാ പറഞ്ഞെങ്കിൽ പെട്ടെന്ന് അടുത്തേക്ക് ഇരിക്കുകയും നല്ല ആ ഉസ്താദേ, ആ കേൾക്കുന്നുണ്ട്, ആ ഉസ്താദേ എന്ന് പറയും. ഇതിപ്പോ ആണുങ്ങളെ കൊണ്ട് പറയുമ്പോൾ എല്ലാ സ്റ്റേജിന്റെ മുന്നിൽ ചത്തിട്ടാണ്, ആകെ ടെൻഷനും ചത്തിട്ടാണ്. അതുകൊണ്ടാണ് എൻ്റെ പൊന്നാര ഉസ്താദെ ഞാൻ പറഞ്ഞത്, നിങ്ങൾ എല്ലാ മഹലിൽ നിന്നും പറയണേ. ഇത് ഒരു പ്രാവശ്യം പറഞ്ഞാലൊന്നും ജനങ്ങൾ ആണുങ്ങൾ മനസ്സിലാവുകയില്ല. പല സ്റ്റേജുകളിൽ നിന്നും ഇനി നിങ്ങൾ ഇപ്പൊ എവിടെ നിന്നാണോ പറഞ്ഞത് അവിടെ തന്നെ വീണ്ടും നിങ്ങൾ വന്ന് പറയണം. അതാണ് കണ്ടില്ലേ, ആണുങ്ങൾ ഒരു ഉഷാറില്ല, പെണ്ണുങ്ങളെ കൊണ്ടാ പറഞ്ഞെങ്കിലോ 4-5 നാക്കേയിരിക്കും. അതെന്റെ പൊന്നാര സിറാജ് ഉസ്താദ് മനസ്സിലാക്കണം. എന്റെ ഭാര്യക്ക് എന്റെ വസ്ത്രം കഴുകി തരണമെന്ന് നിർബന്ധമുണ്ടോ? എനിക്ക് ഭക്ഷണം വെച്ച് തരണമെന്ന് നിർബന്ധമുണ്ടോ? എന്റെ മക്കളെ നോക്കണം നിർബന്ധമുണ്ടോ? എന്റെ മാതാപിതാക്കളെ നോക്കണം നിർബന്ധമുണ്ടോ? അതിന് വേണമെങ്കിൽ സിറാജ നീ വേറെ ആളെ നിർത്തിക്കൊള്ളണം. ആകട്ടെ, അതിന് വേണമെങ്കിൽ നീ ആളെ നിർത്തി. ഇതാ നിയമം, ഇതാണ് നിയമം. പിന്നെ ഓടിത് ചെയ്തു തരുന്നേന് അങ്ങോട്ട് എന്റെ വഴുത് കേൾക്കാൻ നായും വരുന്ന അവിടെ ഓർഡർ. എങ്ങനെ നമ്മള് പൈസ കൊടുത്ത് ആളെ നിർത്തണോടോ? ഓള് പിന്നെ വല്ലതും ചെയ്തു തരുന്നുണ്ടെങ്കിൽ അത് വലിയ സഹായം, ഓളുടെ ഔദാര്യം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. ഇഷ്ടപ്പെടില്ല, അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ നീ സ്വർഗത്തിൽ ആ സദസ്സിന്ന് കുഞ്ഞങ്ങളെ ആന്ന് പറയുന്നുള്ളൂ, കുഞ്ഞങ്ങളെ ആമയും പറയുന്നുള്ളൂ. വലിയോല ആമീനോ കേൾക്കുന്നില്ല, കുഞ്ഞങ്ങൾ വലിയോല സംസാരവും കേൾക്കുന്നില്ല. എല്ലാം ചത്ത് കിടന്നിട്ടല്ലേ. അതുകൊണ്ടാണ് എൻ്റെ പൊന്നാർ ഉസ്താദെ പറഞ്ഞത്, അവരെല്ലാം മനസ്സിൽ നിങ്ങൾ ഉണർത്തണേ. പല സദസ്സെന്നും പല മഹലെന്നും പറഞ്ഞ് നിങ്ങൾ ഉണർത്തണേ. ആ സ്ത്രീധനം നിർത്തിപ്പിക്കാൻ വേണ്ടി പടാപ്പാട് പെട്ടുക്ക് നമ്മളെ ഉസ്താദുമാർ. ഒരിക്കലും രണ്ടുകൂടൊന്നല്ല പറഞ്ഞത്, പടാപ്പാട് പെട്ടുക്ക്. അതുപോലെ തന്നെ ഇത് വീണ്ടും വീണ്ടും പറയണേ. നിങ്ങൾ കണ്ടില്ലേ ആണുങ്ങളെ മനസ്സ് ഉണരാത്ത വീണ്ടും പറഞ്ഞാലേ ഉണരുള്ളൂ ഉസ്താദേ. പോകണമെങ്കിൽ നീ നല്ലവനാണെന്ന് ആര് പറയണം? നിന്റെ കെട്ടിയോള് പറയണം. നമ്മുടെ ഇത് കേൾക്കണം, ഇതെല്ലാവരും കേൾക്കേണ്ടത്. ഞങ്ങളെ പോലെയുണ്ട് ആൾക്കാർ, ഭർത്താക്കന്മാർ, മറ്റുള്ളവർക്കുണ്ട് ഭർത്താക്കന്മാർ, എല്ലാവരും കേൾക്കണം. ഓല് വിചാരിക്കും ഓല ഭയങ്കര ഇബാദത്ത് കൊണ്ട് ഒരിക്കൽ സ്വർഗത്ത് കടക്കാണ്. ഓല് തഹജ്ജുദ് നിസ്കാരം, ഖുർആനോത്ത്, സുന്നത്ത്, ഫർദ് നിസ്കാരത്തിന്റെ മുന്നിലും ബേക്കിലും 4 സുന്നത്ത്, ഫർദ് നിസ്കാരത്തിന്റെ ശേഷവും മറ്റും മറിച്ചതും എല്ലാ നിസ്കാരം മുസാഫ് ആണെങ്കിൽ കയ്യിൽ താഴെ വെക്കാണ്ട് മുസാഫ്, സുബീക്ക് വലച്ചക്ക നിസ്കാരം എന്നാ സ്വർഗത്തിലാ. ഭാര്യമാരോട് എന്ത് കാട്ടിയാലും, ഭാര്യമാർക്കോട് എന്ത് ചെയ്താലും ഒരു നല്ലൊരു സ്നേഹത്തിലൊരു വാക്ക് പറഞ്ഞാൽ തന്നെ പെണ്ണുങ്ങൾക്ക് അത്രമാത്രം സ്നേഹം ഭർത്താവിനോട് തരും. ഭർത്താവിന്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ കഞ്ഞി വെച്ച് തന്നാൽ മതി. ഞാൻ പണ്ടേ എൻ്റെ ഭർത്താവിനോട് പറയുന്നത്, ശർക്ക പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ കഞ്ഞി വെച്ച് തന്നാൽ ഞാൻ 4 നേരം കഞ്ഞി കുടിച്ചോളാം. എന്നിട്ട് ഞാൻ മറ്റുള്ളവരോട് ബിരിയാണിയെ തിന്നെന്ന് ഞാൻ പറയും. എന്തിനീ കളവ് പറയേണ്ടിയിട്ടല്ല. എൻ്റെ അഷർക്ക എൻ്റെ അടുത്ത് പൈസ ഇല്ലെന്നോ, എൻ്റെ അഷർക്ക എന്നാ പിന്നെ ഞങ്ങൾക്ക് ഇവിടെ പട്ടിണിയാണെന്നോ ഞാൻ ഒരാളെ അറിയിക്കൂല. ഇന്നുവരെ അങ്ങനെ ആയിക്കില്ലേ പഠിച്ചവനെ, ആരും ആയിക്കില്ലേ. ഞാൻ എൻ്റെ കെട്ടിയെന്നാൾ, എൻ്റെ മാപ്പിൻ്റെ കെട്ടിയെന്നാൾ മുതൽ ഞാൻ നല്ല ഫുഡേ ഞാൻ കഴിച്ചിട്ടുള്ളൂ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട്. പക്ഷേ ഞാൻ പറയാം, അപ്പൊ ഞങ്ങൾക്ക് ഫുഡൊന്നും, ഞങ്ങൾക്ക് സ്നേഹത്തോടു കൂടി തലോടല്. ഇത്തിരി രാവിലെ തൊട്ട് രാത്രി വരെ ജോലി ചെയ്ത് കുഞ്ഞുമക്കളെ കഷ്ടപ്പെട്ട് ഇങ്ങക്കെന്ത് പണി, ഇങ്ങക്കെന്ത് ഇവിടെ പണി, ഒന്നുക്കലുണ്ടാവും. ഞാനെല്ലാം അറിയോ, 22 വയസ്സിൽ ഇവിടെ വേറെ താമസിച്ചിട്ട് ബാത്റൂമിൽ പോകുമ്പോൾ നിങ്ങളറിയാം, ഒരു കയ്യിൽ കുഞ്ഞനാ, മറ്റേ കൈ കൊണ്ട് ഞമ്മക്ക് വൃത്തിയാക്കണ്ടേ, കക്കൂസ് ഞമ്മക്ക് വൃത്തിയാക്കണ്ടേ. എങ്ങനെ ഒരു കൈ കൊണ്ട് വെള്ളം ഒഴിക്കണം, ഒരു കൈ കൊണ്ട് കൈ വൃത്തിയാക്കണ്ടേ. അതിന് ഒരു കയ്യിൽ കുഞ്ഞൻ എങ്ങനെ വൃത്തിയാക്കും? അങ്ങനെ കാലിന്റെ തൊടയിൽ വെച്ച് ഞാൻ ആ കൈ കൊണ്ട് പൈപ്പിൽ വെള്ളം അടിച്ച് ഞാൻ കഷ്ടപ്പെട്ടത് എനിക്കും അള്ളാഹ്ക്കേ അറിഞ്ഞുകൊള്ളും. അത്ര കഷ്ടപ്പെട്ടിട്ട് ആ പെണ്ണുങ്ങൾ നിർവഹിക്കുന്ന കേട്ടോ. ഞാൻ അത്രയും പൈസ കൊണ്ടല്ല, 3-4 കൊല്ലമായിട്ടാണെങ്കിലും പൈസ എല്ലാം ചെയ്ത് നോക്കുകയും ചെയ്യും അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം മക്കളെ കേട്ടോ, പെണ്ണുങ്ങൾ അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാ പെണ്ണുങ്ങൾ നിർവഹിക്കുന്നത്. അപ്പോ ആര് പറയണം നമ്മൾ നല്ലവനാണെന്ന്? അവിടെയാ നമ്മൾ രാജാവ്. നാട്ടുകാർ
അതാണ് പറയാൻ കൊണ്ടുവന്നത്. ഭാര്യ പറയണം നല്ലതാണ്. പക്ഷെ അത് എവിടെ ഇല്ല. ഓല നിസ്കാരം കൊണ്ട് ഒരു സ്വർഗത്തിലാണ് വിചാരിക്കുന്നത്. ഓല നിസ്കാരം കൊണ്ട് ഒരു സ്വർഗത്തിലാണ് വിചാരിക്കുന്നത്. പോട്ടെ, ഒരുപാട് പറയുമെന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ സന്തോഷം നമ്മളെല്ലാവരും ഇങ്ങനെ കണ്ടെത്താം. ഒരു മഹാനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കൂടെ കിടക്കുന്നവട് പറയണം നീ നല്ലവനാണെന്ന്. അവനാണ് ഏറ്റവും നല്ലവൻ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാ. അത് ഈ ഭൂമിയിലുള്ള മുക്കാലാളും നല്ലതാന്ന് പറയില്ല. കാൽഭാഗാള് 100-ൽ 75 ആളും നല്ലത് പറയൂല. 25 ആള് നല്ലത് പറയും കേട്ടോ. ആണുങ്ങളെ നിങ്ങള് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞിട്ട് എന്ത് കാര്യങ്ങൾ ഉസ്താദ് പറഞ്ഞത്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ഞാൻ ഇത്രയും പറഞ്ഞപ്പോ പെണ്ണുങ്ങളുടെയൊക്കെ തല ഇപ്പൊ സ്റ്റേജിന്റെ മുകളിൽ തട്ടുന്നുണ്ട്. ഞാൻ ഇത്രയും പറഞ്ഞപ്പോ പെണ്ണുങ്ങൾ തല പൊങ്ങി 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 ഇപ്പൊ മുകളിൽ സീറ്റിലേക്ക് ഇരിക്കാറായി. അതുകൊണ്ടാണ് ഉസ്താദിനുള്ള പ്രശ്നം. അതുകൊണ്ടാണ് ഈഗോ എന്ന് പറഞ്ഞ സംഗതി ഉസ്താദിനല്ല മറ്റുള്ളവർക്കും. പെണ്ണുങ്ങളെ കൊണ്ട് അധികം പറഞ്ഞ് കേൾക്കാൻ സഹിക്കൂല. അന്നേരം പെണ്ണുങ്ങൾ വല്ലാത്ത ഉയർച്ചയിലായിപ്പോ. ആ ഉയർച്ച പെണ്ണുങ്ങളിപ്പം പൊന്തി പൊന്തി വാർപ്പ് തട്ടുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. ആ പെണ്ണുങ്ങളെ തലയല്ല തട്ടുന്നേ, ശരീരമല്ല തട്ടുന്നേ. പെണ്ണുങ്ങളെ മനസ്സിൽ അത്രമാത്രം സന്തോഷവും അത്രമാത്രം ഞങ്ങൾക്കുള്ള ഓരോരോ വിഷമം മാറുകയും ചെയ്യുന്നുണ്ട് ഉസ്താദെ. അത് ഉസ്താദ് മനസ്സിലാക്കുന്നില്ല. അങ്ങനെ പല സദസ്സുകളിൽ നിന്നും പെണ്ണുങ്ങളെ കൊണ്ട് പറഞ്ഞാൽ പെണ്ണുങ്ങൾ ഒരു യൂട്യൂബ് തുടങ്ങൂല, പെണ്ണുങ്ങൾ മറ്റേ മാധ്യമത്തിൽ പല രീതിയിൽ ഇറങ്ങൂല, പെണ്ണുങ്ങൾ തെറ്റ് ചെയ്യാൻ പോകൂല. ഉസ്താദെ, എൻ്റെ പൊന്നാര ഉസ്താദെ, ആ പെണ്ണുങ്ങൾ പൊന്തിക്കളയെന്ന്, പെണ്ണുങ്ങൾ അങ്ങ് നീണ്ടുകളയെന്ന്, പെണ്ണുങ്ങൾ അങ്ങ് പൊങ്ങച്ചം കാണിച്ചു കളയെന്ന് ഞങ്ങൾ നല്ലത് പറഞ്ഞിട്ട് അങ്ങനൊന്നും ചിന്തിക്കല്ല ഉസ്താദെ, ചിന്തിക്കല്ല. ഞങ്ങളെ കൊണ്ട് നല്ലത് പറയുമ്പോൾ ഞങ്ങളെ മനസ്സിൻ്റെ അകത്തുനിന്നുണ്ടാകുന്ന ഒരു സന്തോഷം, മനസ്സ് ഉയർച്ചയിലേക്ക് വരുന്ന ഒരു സന്തോഷം, അത് ഉസ്താദ് ആരും കാണുന്നില്ല. അത് കാണുന്നില്ല. മനസ്സ് ഉയർച്ചയിലേക്ക് ആ സന്തോഷം കൊണ്ടുവരുന്ന കാണുന്നില്ല, മേലോട്ട് പൊന്തുന്നതേ കാണുന്നുള്ളൂ. ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് അറിയാനുണ്ട് മക്കളെ. ഇനി നിങ്ങൾ സ്വർഗത്തിൽ പോണെങ്കിലോ അടുത്തത് ഇപ്പൊ നമ്മുടെ കാര്യമല്ലേ പറഞ്ഞേ. ഓ, അവിടെ ഇനിയിപ്പോ പെണ്ണുങ്ങളെ കൊണ്ടെന്തല്ലോ പറയാൻ പോകുന്നുണ്ട് തോന്നുന്നു കേട്ടാ. അവിടെ എന്തല്ലോ അത്. എന്നാലും പെണ്ണുങ്ങളെ വിടൂല, പെണ്ണുങ്ങൾ എന്നാലും വിടൂല പറഞ്ഞില്ല. ഓക്കെ മക്കളെ, ബാക്കി നിങ്ങൾ എന്നെ കേട്ടോളൂ. അതുകൊണ്ട് എന്നെ പൊന്നാര ഉസ്താദന്മാരോട് ഞാൻ പറയുന്ന, പെണ്ണുങ്ങളെ കൊണ്ട് ആണുങ്ങളെ കൊണ്ട് എന്നെ പറ. ആണുങ്ങളെ കൊണ്ട് കുറ്റവും കുറവല്ല. എന്തിനാ അവരെ കൊണ്ട് കുറ്റവും കുറവ് പറയുന്നത്? പെണ്ണുങ്ങളെ നോക്കണേ. പെണ്ണുങ്ങൾ ഇട്ടേച്ച് പോകരുത്. ഇട്ടേച്ച് പോകുന്ന പേരും പറഞ്ഞിക്കൂല ഉസ്താദ്, ഇട്ടേച്ച് പോകുന്ന പേരും പറഞ്ഞിക്കൂല. പിന്നെ അധികം ഉസ്താദിന് പറയാൻ പറ്റൂല. ഉസ്താദിന്റെ കൂടെ സൈനക്കാരുണ്ടാവൂല. ഉസ്താദിന് പറ്റും കാര്യമില്ല. ഇപ്പൊ എന്നെപ്പോലത്തെ നിങ്ങളെപ്പോലത്തെ പെണ്ണുങ്ങളെല്ലാം ഉസ്താദിനെ പോയിട്ട് വിളിക്കുന്ന സൈനക്കാരുണ്ടാവൂല. അതുകൊണ്ടാ. ഓക്കെ, അള്ളാഹു സ്വർഗം തരട്ടെ. ഉസ്താദിനും ഞമ്മക്കും എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം നൽകട്ടെ. നല്ല മനസ്സ് തരട്ടെ, മനസ്സ് നന്നാക്കട്ടെ, ആക്കിബത്ത് നന്നാക്കട്ടെ. അള്ളാഹു സ്വർഗം തരട്ടെ. നമ്മുടെ വിഷമങ്ങളൊക്കെ അള്ളാഹു തീർത്ത് തരട്ടെ. നമുക്ക് യാതൊരു അസുഖങ്ങളും അള്ളാഹു തരാതിരിക്കട്ടെ. വിഷമിക്കുന്നവരെ വിഷമങ്ങളൊക്കെ അള്ളാഹു തീർത്ത് കൊടുക്കട്ടെ. ആമീൻ, ആമീൻ.